എല്ലാവർക്കും നമസ്കാരം. ഞാൻ അനുരാധ ശ്രീകാന്ത്. 10ാം ക്ലാസ്സിലെ കേരള പാഠാവലി 3ാമത്തെ യൂണിറ്റ് സംഘർഷങ്ങൾ സങ്കീർത്തനങ്ങൾ. ഈ യൂണിറ്റിലെ 3ാമത്തെ പാഠമാണ് നമുക്കിനി പഠിക്കാനുള്ളത്. കഴിഞ്ഞ ക്ലാസ്സുകൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുമെന്ന് കരുതുന്നു. കാണാത്തവർക്കായി ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. 3ാമത്തെ യൂണിറ്റ് സംഘർഷങ്ങൾ സങ്കീർത്തനങ്ങൾ. ഈ യൂണിറ്റിലെ 3ാമത്തെ പാഠമാണ് ആത്മാവിൻ്റെ വെളിപാടുകൾ. ആത്മാവിൻ്റെ വെളിപാടുകൾ. ഈ പാഠഭാഗം എടുത്തിരിക്കുന്നത് ഒരു സങ്കീർത്തനം പോലെ, ഒരു സങ്കീർത്തനം പോലെ എന്ന നോവലിൽ നിന്നാണ്. എഴുതിയത് പെരുമ്പടവം ശ്രീധരൻ. പെരുമ്പടവം ശ്രീധരൻ. പെരുമ്പടവം ശ്രീധരൻ രചിച്ച ഒരു സങ്കീർത്തനം പോലെ എന്ന നോവലിൽ നിന്ന് എടുത്തിട്ടുള്ള പാഠഭാഗമാണ് ആത്മാവിൻ്റെ വെളിപാടുകൾ. വിഖ്യാത റഷ്യൻ സാഹിത്യകാരനായ ഫയദോർ ദസ്തേവിസ്കിയുടെ ജീവിതത്തെ അടിസ്ഥാനമാക്കി പെരുമ്പടവം ശ്രീധരൻ രചിച്ച നോവലാണ് ഒരു സങ്കീർത്തനം പോലെ. ഈ നോവലിലെ 10ാമത്തെ അധ്യായമാണ് ആത്മാവിൻ്റെ വെളിപാടുകൾ. പെരുമ്പടവം ശ്രീധരനെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് മുമ്പായി റഷ്യൻ സാഹിത്യകാരനായ ഫയദോർ ദസ്തേവിസ്കിയെക്കുറിച്ചുകൂടി നമുക്ക് മനസ്സിലാക്കാം. ഫയദോർ ദസ്തേവിസ്കി മനുഷ്യബന്ധങ്ങളുടെ തീവ്രത തൻ്റെ കൃതികളിലേക്ക് ആവാഹിച്ച ദസ്തേവിസ്കി സാഹിത്യ ലോകത്തെ പ്രകാശഗോപുരമാണ് എന്ന് തന്നെ പറയാം. 19-20 നൂറ്റാണ്ടുകളിലെ റഷ്യൻ സമൂഹത്തിലെ സാംസ്കാരികവും രാഷ്ട്രീയവുമായ സ്വാധീനമാണ് അദ്ദേഹത്തിൻ്റെ കൃതികളിൽ കാണുന്നത്. മോസ്കോയിലെ ഒരു പട്ടണത്തിൽ 1821 നവംബർ 11 അദ്ദേഹം ജനിക്കുന്നത്. 1821 അദ്ദേഹത്തിൻ്റെ ജനനം. പ്രാഥമിക വിദ്യാഭ്യാസത്തിനു ശേഷം സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലുള്ള സൈനിക അക്കാദമിയിൽ അദ്ദേഹം പഠനം തുടർന്നു. സാർ ചക്രവർത്തിക്കെതിരെ വിപ്ലവ ശ്രമങ്ങളുടെ പേരിൽ 1849 അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഭരണകൂടത്തിനെതിരെ ഗൂഢാലോചന നടത്തി എന്ന പേരിൽ ആ വർഷം തന്നെ അദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയും ചെയ്തു. ക്രൂരമായ പീഡനങ്ങൾക്കൊടുവിൽ ദസ്തേവിസ്കിയെ സൈബീരിയയിലേക്ക് നാടുകടത്തി. വധശിക്ഷയിൽ അദ്ദേഹത്തിന് ഇളവ് ലഭിച്ചു. ശിക്ഷാ കാലാവധിക്ക് ശേഷം അദ്ദേഹം വീണ്ടും സൈനിക സേവനത്തിലേക്ക് തിരിച്ചു വന്നു. തുടർന്നുള്ള 5 വർഷക്കാലമാണ് ദസ്തേവിസ്കിയുടെ ജീവിതത്തെ മാറ്റിമറിച്ചത്. സ്വതന്ത്ര ചിന്താധാരകൾ വെടിഞ്ഞ അദ്ദേഹം തികഞ്ഞ കർക്കശക്കാരനും ഈശ്വരവിശ്വാസിയുമായി മാറി. വിധവയായ മരിയയെ അദ്ദേഹം വിവാഹം കഴിച്ചു. 1860 സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ തിരിച്ചെത്തിയ അദ്ദേഹം തൻ്റെ സഹോദരനോടൊപ്പം സാഹിത്യ പ്രസിദ്ധീകരണ രംഗത്തേക്ക് പ്രവേശിച്ചു. എന്നാൽ 1864 മരിയയുടെയും തൻ്റെ അടുത്ത സഹോദരൻ്റെയും മരണത്തോടെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ താളവും തെറ്റി. കടത്തിനുമേൽ കടം കൂടിയ ദസ്തേവിസ്കി ചൂതാട്ട കേന്ദ്രങ്ങളിൽ രാപ്പകലുകൾ തള്ളി നീക്കി. ചൂതാട്ടത്തിനു വേണ്ടി പണം നേടാനായി അദ്ദേഹം തൻ്റെ ഏറ്റവും പ്രസിദ്ധമായ കൃതിയായ കുറ്റവും ശിക്ഷയും വളരെ ധൃതിയിലാണ് എഴുതിത്തീർത്തത്. ചൂതാട്ടഭ്രമം ജീവിതത്തെ കശക്കിയെറിയുന്നതിനിടയിലും ആ ജീവിതത്തെ ആസ്പദമാക്കി ചൂതാട്ടക്കാരൻ എന്ന പേരിൽ ഒരു നോവൽ രചിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. ആ നോവലിൻ്റെ കരാർ പ്രകാരം പറഞ്ഞ തീയതിക്കുള്ളിൽ നോവൽ എഴുതി പൂർത്തിയാക്കിയിരുന്നില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ കൃതികളുടെയും പകർപ്പവകാശം ആ പ്രസാധകൻ കൈക്കലാക്കുമായിരുന്നു. എന്നാൽ അതിന് ഇടവന്നില്ല. ചൂതാട്ടക്കാരൻ എന്ന നോവലിൻ്റെ രചനയ്ക്കായി അദ്ദേഹം അന്ന ഗ്രിഗോറിയേന എന്നൊരു സ്റ്റെനോഗ്രാഫറെ നിയമിച്ചു. പിന്നീട് അദ്ദേഹം അന്നയെ വിവാഹം കഴിച്ചു. ദസ്തേവിസ്കിയുടെ ഏറ്റവും പ്രസിദ്ധമായ കൃതികൾ അക്കാലത്താണ് രചിക്കപ്പെടുന്നത്. എഴുത്തുകാരൻ്റെ ഡയറി എന്ന പേരിൽ ആരംഭിച്ച പ്രതിമാസ സാഹിത്യ പ്രസിദ്ധീകരണം വലിയ വിജയമായിരുന്നു. ദസ്തേവ്സ്കിയുടെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണ് എന്നുകൂടി പരിശോധിക്കാം.
ആദ്യത്തേത് പ്രധാനപ്പെട്ട കൃതിയായി പറയേണ്ടത് കുറ്റവും ശിക്ഷയും. കുറ്റവും ശിക്ഷയും. അടുത്തത് കരമസൗ സഹോദരന്മാർ. കരമസൗ സഹോദരന്മാർ. വിഡ്ഢി. വിഡ്ഢി. ചൂതാട്ടക്കാരൻ. നിന്ദിതരും പീഡിതരും. നിന്ദിതരും പീഡിതരും. വൈറ്റ് നൈറ്റ്സ്. പാവപ്പെട്ടവർ. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ. അതിലെടുത്തു പറയേണ്ട കൃതി തന്നെയാണ് കുറ്റവും ശിക്ഷയും. കരമസൗ സഹോദരന്മാർ, വിഡ്ഢി, ചൂതാട്ടക്കാരൻ, നിന്ദിതരും പീഡിതരും, വൈറ്റ് നൈറ്റ്സ്, പാവപ്പെട്ടവർ. 1881 സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ വെച്ച് ഫയദോർ ദസ്തേവ്സ്കി എന്ന റഷ്യൻ സാഹിത്യകാരൻ അന്തരിച്ചു. 1881 മരണം. ഇത്രയുമാണ് ഫയദോർ ദസ്തേവ്സ്കി എന്ന എഴുത്തുകാരനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്. ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് ഒരു സങ്കീർത്തനം പോലെ എന്ന കഥയിലെ 10ാം അധ്യായത്തിൽ നമ്മൾ പഠിക്കുന്നത്. ഇനി നമുക്ക് ഒരു സങ്കീർത്തനം പോലെ എന്ന നോവൽ രചിച്ച പെരുമ്പടവം ശ്രീധരനെ കുറിച്ചുകൂടി മനസ്സിലാക്കാം. മലയാള സാഹിത്യത്തിലെ പ്രമുഖനായ നോവലിസ്റ്റും ചെറുകഥാകൃത്തും തിരക്കഥാകൃത്തുമാണ് പെരുമ്പടവം ശ്രീധരൻ. അദ്ദേഹത്തിൻ്റെ ജീവിതരേഖ പരിശോധിക്കാം. എറണാകുളം ജില്ലയിലെ പെരുമ്പടവം എന്ന ഗ്രാമത്തിൽ നാരായണൻ്റെയും ലക്ഷ്മിയുടെയും മകനായി 1938 ഫെബ്രുവരി 12 അദ്ദേഹം ജനിച്ചത്. 1938 അദ്ദേഹത്തിൻ്റെ ജനനം. കുട്ടിക്കാലം മുതൽക്കു തന്നെ സാഹിത്യരചനയിൽ അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരുന്നു. ആദ്യം എഴുത്ത് ആരംഭിക്കുന്നത് കവിതയിലൂടെയാണ്. പിന്നീട് കഥയിലേക്കും നോവലിലേക്കും അത് തിരിഞ്ഞു. 12 ചലച്ചിത്രങ്ങൾക്ക് അദ്ദേഹം തിരക്കഥയും എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ നോവലാണ് ആയില്യം. അദ്ദേഹം രചിച്ച ആദ്യത്തെ നോവലാണ് ആയില്യം. പെരുമ്പടവം എന്ന ഗ്രാമത്തിൽ ഒരു സർപ്പക്കാവും അവിടെ നടന്ന സർപ്പബലിയും കണ്ടുകൊണ്ട് അതിൻ്റെ അനുഭവം ഉൾക്കൊണ്ടുകൊണ്ട് രചിച്ച നോവലാണ് ആയില്യം. ജനയുഗം വാരികയിലാണ് ഈ നോവൽ ആദ്യമായി പ്രസിദ്ധീകരിക്കുന്നത്. താനൊരു ജനയുഗം പ്രൊഡക്റ്റാണ് എന്ന് പെരുമ്പടവം ശ്രീധരൻ തന്നെ സമ്മതിക്കുന്നുണ്ട്. ഈ വാരികയുടെ പുനരുജ്ജീവനത്തിനായി ആത്മാർത്ഥമായ ശ്രമങ്ങളൊക്കെ നടന്നുവെങ്കിലും അത് വേണ്ടത്ര വിജയം കണ്ടില്ല. മലയാള നോവൽ സാഹിത്യശാഖയുടെ വികാസ പരിണാമങ്ങൾ ചരിത്രപരമായി പരിശോധിച്ചാൽ ആദ്യം ചന്തുമേനോൻ, സമൂഹത്തിനാണ് അദ്ദേഹം പ്രാധാന്യം നൽകിയത്. പിന്നീട് വന്ന CV രാമൻപിള്ളയെ പോലെയുള്ളവർ വ്യക്തികൾക്ക് പ്രാധാന്യം നൽകി. പെരുമ്പടവം ശ്രീധരനും CV രാമൻപിള്ളയുടെ വിഭാഗത്തിൽപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ നോവലുകളിൽ വ്യക്തികളുടെ ആത്മസംഘർഷങ്ങൾക്കാണ് മുൻതൂക്കം നൽകിയിരിക്കുന്നത്. ഒരു കാലത്ത് എഴുത്തുകാർ സാമൂഹിക പോരാളികളായിരുന്നു. എന്നാൽ ആധുനിക കാലത്ത് സാമൂഹിക ജീവിതവുമായി സാഹിത്യകാരൻ്റെ ജീവിതത്തിന് ഇഴയടുപ്പം കുറഞ്ഞു വന്നു. അക്കാലത്താണ് സാഹിത്യത്തിൽ പൈങ്കിളി പ്രസിദ്ധീകരണങ്ങൾ ഉണ്ടാകുന്നത്. അങ്ങനെയിരിക്കെ മലയാളികളെ വീണ്ടും മുഖ്യധാരാ സാഹിത്യത്തിലേക്ക് കൊണ്ടുവരാൻ സഹായിച്ച ഒരു എഴുത്തുകാരനാണ് പെരുമ്പടവം ശ്രീധരൻ. മലയാള നോവൽ പ്രസ്ഥാനത്തിൻ്റെ രൂപപരിണാമങ്ങളുടെ ഒപ്പം ചരിത്രപരമായി സഞ്ചരിച്ച് അവയ്ക്കൊക്കെ ദൃക്സാക്ഷിയായി നിന്നുവെങ്കിലും ഈ പരിണാമങ്ങളൊന്നും തന്നെ ഒട്ടും അലട്ടാതെ അചഞ്ചലമായി സ്വന്തം നിലപാടുകളിൽ നിന്ന് സാഹിത്യ സബര്യ തുടരുന്ന എഴുത്തുകാരൻ കൂടിയാണ് പെരുമ്പടവം ശ്രീധരൻ. വായനയുടെ പല ഘട്ടങ്ങളിലായി പലപ്പോഴായി വലിച്ചെറിയപ്പെട്ട എഴുത്തുകാർ നമുക്കുണ്ട്. എന്നാൽ ഒരിക്കലും വലിച്ചെറിയപ്പെടാത്ത ഒരു എഴുത്തുകാരനായി നിലനിൽക്കുന്നുണ്ട് പെരുമ്പടവം ശ്രീധരൻ. ഇന്നത്തെ സാമൂഹിക അപജയത്തെക്കുറിച്ച് ഒരുപക്ഷെ ആദ്യമായി സൂചിപ്പിച്ചത് പെരുമ്പടവം ശ്രീധരനാവാം. 1971 അദ്ദേഹം രചിച്ച നോവലാണ് കാൽവരിയിലേക്ക് വീണ്ടും. കാൽവരിയിലേക്ക് വീണ്ടും. കാൽവരിയിലേക്ക് വീണ്ടും.
കൃതിയിൽ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം വളരെ കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ട്. രാഷ്ട്രീയക്കാർ വാടകയ്ക്ക് കൊടുക്കപ്പെടും എന്ന ബോർഡ് 71 തന്നെ അദ്ദേഹം തൻ്റെ കൃതിയിൽ, തൻ്റെ കഥയിൽ തൂക്കിയിട്ടിട്ടുണ്ട്. ഇങ്ങനെ കാലത്തിന് മുമ്പേ നടന്ന സാഹിത്യകാരനാണ് പെരുമ്പടവം ശ്രീധരൻ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇത്രയുമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതരേഖ. ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളും അദ്ദേഹത്തിന് ലഭിച്ച പുരസ്കാരങ്ങളും പരിശോധിക്കാം. പെരുമ്പടവം ശ്രീധരൻ രചിച്ച ഏതാനും ചില കൃതികളും അദ്ദേഹത്തിന് ലഭിച്ച പുരസ്കാരങ്ങളുമാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ആദ്യം നമുക്ക് കൃതികൾ വായിക്കാം. ഒരു സങ്കീർത്തനം പോലെ, അരൂപിയുടെ മൂന്നാം പ്രാവ്, അഭയം, അഷ്ടപതി, സൂര്യദാഹം, ആരാ എൻ്റെ പാവക്കുട്ടിയെ തീയിലിട്ടെ, നാരായണം, ഹൃദയരേഖ, ബഷീറിൻ്റെ ആകാശങ്ങൾ, നിലാവിൻ്റെ ഭംഗി. കുറച്ച് കൃതികൾ മാത്രമേ ഞാനിവിടെ സൂചിപ്പിച്ചിട്ടുള്ളൂ. ആയില്യം എന്ന നോവലാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ രചന. ഇവ കൂടാതെ ഒറ്റച്ചിലമ്പ്, ആരണ്യഗീതം, ഗ്രീഷ്മജ്വാലകൾ, കാൽവരിയിലേക്ക് വീണ്ടും, ഇടത്താവളം, മേഘഛായ, ഏഴാം വാതിൽ, എൻ്റെ ഹൃദയത്തിൻ്റെ ഉടമ, പൊൻപറ കൊണ്ട് സ്നേഹമളന്ന്, ദൂരങ്ങൾ കടന്ന് തുടങ്ങി നിരവധി കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ നോവൽ ഒരു സങ്കീർത്തനം പോലെ എന്ന കൃതിയെക്കുറിച്ച് മനസ്സിലാക്കാം. വിശ്വപ്രശസ്ത റഷ്യൻ സാഹിത്യകാരനായ ഫയദോർ ദസ്തേവ്സ്കിയുടെ ജീവിതത്തിലെ ഒരു ഘട്ടമാണ് പെരുമ്പടവം ഈ നോവലിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. 1996 വയലാർ പുരസ്കാരം ഉൾപ്പെടെ 8 പുരസ്കാരങ്ങളാണ് ഈ കൃതി നേടിയിട്ടുള്ളത്. 1992 ദീപിക വാർഷിക പതിപ്പിൽ ആദ്യമായി അച്ചടിച്ചു വന്ന ഈ നോവൽ 1993 സെപ്റ്റംബറിൽ പുസ്തക രൂപത്തിൽ ഇറങ്ങി. 12 വർഷത്തിനുള്ളിൽ 1 ലക്ഷത്തിലേറെ കോപ്പികൾ വിറ്റഴിഞ്ഞ ഈ നോവൽ ചുരുങ്ങിയ കാലം കൊണ്ട് കൂടുതൽ കോപ്പികൾ വിറ്റഴിഞ്ഞ മലയാള കൃതിയാണ്. OV വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസത്തെയും ചങ്ങമ്പുഴയുടെ രമണനെയും മറികടന്ന് നേടിയ ഈ ബഹുമതി മലയാള പുസ്തക പ്രസാധന രംഗത്തെയും മലയാള സാഹിത്യത്തിലെയും ഒരു നാഴികക്കല്ലാണ്. ചൂതാട്ടക്കാരൻ എന്ന നോവലിൻ്റെ രചനയിൽ ഏർപ്പെട്ടിരുന്ന ദസ്തേവ്സ്കിയുടെ അരികിൽ അന്ന എന്ന യുവതി എത്തുന്നതും തന്നേക്കാൾ വളരെ ചെറുപ്പമായ അന്നയോട് ദസ്തേവ്സ്കിക്ക് തീവ്ര പ്രണയം തോന്നുന്നതും ഒടുവിൽ ഇരുവരും ജീവിതത്തിൽ പങ്കാളികളാകുന്നതും അതിനിടയിലുള്ള അന്തർമുഖനായ ദസ്തേവ്സ്കിയുടെ ആത്മസംഘർഷങ്ങളും ആശങ്കകളുമാണ് ഈ നോവലിൻ്റെ ഇതിവൃത്തം. അഴിഞ്ഞാട്ടക്കാരനും അരാജകവാദിയുമായി പല എഴുത്തുകാരും വിശേഷിപ്പിച്ചിട്ടുള്ള ദസ്തേവ്സ്കിയെ ഹൃദയത്തിനുമേൽ ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള ആളായിട്ടാണ് പെരുമ്പടവം ഈ നോവലിലൂടെ അവതരിപ്പിക്കുന്നത്. അന്നയുടെ ഓർമ്മക്കുറിപ്പുകൾ ഈ നോവലിൻ്റെ രചനയിൽ ഏറെ സഹായകമായി എന്ന് പെരുമ്പടവം ഈ നോവലിൻ്റെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ബൈബിളിലെ ചില സങ്കീർത്തനങ്ങളിൽ ഉള്ളതുപോലെയുള്ള കുറ്റബോധത്തിൻ്റെയും അനുതാപത്തിൻ്റെയും ഒരു സ്വരം ദസ്തേവ്സ്കിയുടെ മിക്ക കൃതികളിലും കാണപ്പെടുന്നതുകൊണ്ടാണ് അദ്ദേഹത്തെ മുഖ്യ കഥാപാത്രമാക്കിയ തൻ്റെ നോവലിന് ഒരു സങ്കീർത്തനം പോലെ എന്ന പേര് പെരുമ്പടവം നൽകിയത്. ശില്പഘടനയിലും വൈകാരികതയിലും മികച്ചു നിൽക്കുന്ന ഈ കൃതിയെ മലയാള നോവലിലെ ഒരു ഏകാന്ത വിസ്മയം എന്നാണ് മലയാറ്റൂർ രാമകൃഷ്ണൻ വിശേഷിപ്പിച്ചിരിക്കുന്നത്. പെരുമ്പടവത്തിൻ്റെ മാസ്റ്റർ പീസ് എന്നു തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു നോവലാണ് അരൂപിയുടെ മൂന്നാം പ്രാവ്. സ്നേഹിക്കപ്പെടാനും സ്നേഹിക്കാനും വേദനിപ്പിക്കപ്പെടാനും വേദനിക്കാനും മാത്രം അറിയാവുന്ന ആൻഡ്രൂസ് സേവ്യറാണ് ഇതിലെ പ്രധാന കഥാപാത്രം. ഹൃദയത്തിൽ വിടർന്ന ചോരയിട്ടു വീഴുന്ന ഒരു റോസാപ്പൂവായി ആൻഡ്രൂസ് സേവ്യറിനെ മെനയാൻ പെരുമ്പടവത്തിൻ്റെ മൂശയ്ക്ക് കഴിഞ്ഞു. എഴുത്തുകാരൻ്റെ ഭാവനയിലും ഭ്രമകൽപ്പനയിലും വിരിഞ്ഞ ജീവിതമാണത്. അതുകൊണ്ട് തന്നെയാണ് ഈ നോവൽ പെരുമ്പടവത്തിൻ്റെ മറ്റു നോവലുകളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്നത്. അടുത്ത കൃതി അഭയം. ഈ കൃതി അതേ പേരിൽ തന്നെ രാമു കാര്യാട് ചലച്ചിത്രമാക്കിയിട്ടുണ്ട്. അഷ്ടപതി. പെരുമ്പടവം ശ്രീധരൻ രചിച്ച ഈ നോവൽ 1975 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടുകയുണ്ടായി. പെരുമ്പടവം ശ്രീധരൻ്റെ സൂര്യദാഹം എന്ന നോവൽ അതേ പേരിൽ തന്നെ ചലച്ചിത്രമായി ആവിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട്. അക്കൊല്ലത്തെ മികച്ച കഥയ്ക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ഈ ചിത്രത്തിലൂടെ അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു. അടുത്ത കൃതി ആരാ എൻ്റെ പാവക്കുട്ടിയെ തീയിലിട്ടെ.
മനുഷ്യൻ അനുഭവിക്കുന്ന അന്യതാബോധത്തിൻ്റെയും നിസ്സഹായതയുടെയും ഉൾക്കാഴ്ചകളായി തീരുന്ന കഥകളുടെ സമാഹാരമാണ് ഈ കൃതിയിലുള്ളത്. നാരായണം, ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി അദ്ദേഹം രചിച്ച ഈ കൃതിക്ക് മലയാറ്റൂർ പുരസ്കാരം ലഭിക്കുകയുണ്ടായി. അടുത്ത കൃതി ഹൃദയരേഖ. നന്മകളൊക്കെ നഷ്ടപ്പെട്ട് കാലവും ജീവിതവും തരിശായി തീരുന്ന ഒരവസ്ഥയിൽ നിന്ന് ഏകാഗിയായ ഒരാൾ തൻ്റെ ആകുലതകൾ പങ്കുവെക്കുന്നു. ഓരോ വാക്കിന്മേലും സ്വന്തം ഹൃദയത്തിൻ്റെ ചിഹ്നം കൊത്തിവയ്ക്കുന്ന ഒരെഴുത്തുകാരൻ്റെ ഉത്കണ്ഠയും ക്ഷോഭവും വ്യസനവും വേവലാതികളുമൊക്കെ ഈ ലേഖനങ്ങളിൽ വെളിവാകുന്നുണ്ട്. ബഷീറിൻ്റെ ആകാശങ്ങൾ. വൈക്കം മുഹമ്മദ് ബഷീർ ഒരു മഹാവൃക്ഷമാണ്. വേരുകൾ കൊണ്ട് ഭൂമിയിലും ശാഖകൾ കൊണ്ട് ആകാശത്തിലും അത് മനുഷ്യൻ്റെയും ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും രഹസ്യങ്ങൾ അന്വേഷിക്കുന്നു, കാരുണ്യം നിറഞ്ഞ മനസ്സോടെ. നമുക്ക് പറക്കാൻ കഴിയുന്നതിനും അപ്പുറത്ത് ആകാശങ്ങളുണ്ടെന്ന് കാണിച്ചു തന്ന വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ജീവിതത്തിലേക്ക് ഒരു ആത്മസഞ്ചാരം നടത്തുകയാണ് ഇവിടെ പെരുമ്പടവം ശ്രീധരൻ. നിലാവിൻ്റെ ഭംഗി എന്ന കൃതി കുട്ടികൾക്കുള്ള നോവലാണ്. ഈ നോവലിനാണ് കേരള സംസ്ഥാന ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് ലഭിച്ച മറ്റ് പുരസ്കാരങ്ങൾ എന്തൊക്കെയാണ് എന്ന് പരിശോധിക്കാം. ഒരു സങ്കീർത്തനം പോലെ എന്ന കൃതിക്ക് ഒട്ടനവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. 1996 വയലാർ പുരസ്കാരം, VT ഭട്ടത്തിരിപ്പാട് സ്മാരക സാഹിത്യ പുരസ്കാരം, കേരള കൾച്ചർ സെൻറ്റർ പുരസ്കാരം, മഹാകവി G സ്മാരക പുരസ്കാരം, അബുദാബി മലയാളി സമാജം സാഹിത്യ പുരസ്കാരം, ദുബായ് കൈരളി കലാകേന്ദ്രം സാഹിത്യ പുരസ്കാരം, കാവ്യമണ്ഡലം പുരസ്കാരം, അബുദാബി ശക്തി പുരസ്കാരം. ഇത്രയും പുരസ്കാരങ്ങൾ ഒരു സങ്കീർത്തനം പോലെ എന്ന അദ്ദേഹത്തിൻ്റെ നോവലിന് ലഭിക്കുകയുണ്ടായി. അഷ്ടപതി എന്ന നോവലിന് 1975 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിക്കുകയുണ്ടായി. പെരുമ്പടവം ശ്രീധരൻ രചിച്ച സൂര്യദാഹം എന്ന നോവൽ ചലച്ചിത്രമായി ആവിഷ്കരിക്കപ്പെട്ടപ്പോൾ മികച്ച കഥയ്ക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 1980 അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതത്തെ അടിസ്ഥാനമാക്കി അദ്ദേഹം രചിച്ച നാരായണം എന്ന നോവലിന് മലയാറ്റൂർ പുരസ്കാരം ലഭിച്ചു. 2013 വള്ളത്തോൾ പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. ഇതുകൂടാതെ ഫിലിം ക്രിട്ടിക്സ് പുരസ്കാരം, ഫിലിം ഫെയർ പുരസ്കാരം എന്നിവയും അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമി, ചലച്ചിത്ര സെൻസർ ബോർഡ്, സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം, നിർദ്ദേശക സമിതി എന്നിവയിൽ അദ്ദേഹം അംഗമായിരുന്നിട്ടുണ്ട്. 2011 കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റായും അദ്ദേഹം നിയമിതനായി. ഇത്രയുമാണ് പെരുമ്പടവം ശ്രീധരൻ്റെ പ്രധാനപ്പെട്ട കൃതികളും അദ്ദേഹത്തിന് ലഭിച്ച പുരസ്കാരങ്ങളും ബഹുമതികളും. ഹൃദയത്തിൽ ദൈവത്തിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞ എഴുത്തുകാരനാണ് പെരുമ്പടവം ശ്രീധരൻ. ഒരു സങ്കീർത്തനം പോലെ എന്ന ഒറ്റ നോവൽ കൊണ്ട് തന്നെ മലയാളികളുടെ ഹൃദയം കീഴടക്കിയ അദ്ദേഹത്തിൻ്റെ ജീവിതരേഖ, പ്രധാനപ്പെട്ട കൃതികളും അവയുടെ സവിശേഷതകളും അദ്ദേഹത്തിന് ലഭിച്ച പുരസ്കാരങ്ങളും ബഹുമതികളുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായും ചർച്ച ചെയ്തത്. അതോടൊപ്പം തന്നെ ഒരു സങ്കീർത്തനം പോലെ എന്ന നോവലിന് ആധാരമായ റഷ്യൻ സാഹിത്യകാരനായ ദസ്തേവ്സ്കിയുടെ ജീവിതരേഖയും നമ്മൾ മനസ്സിലാക്കി. എല്ലാവരും കാര്യങ്ങൾ വേണ്ടുന്ന രീതിയിൽ മനസ്സിലാക്കി കാണുമെന്ന് കരുതുന്നു. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.